തോടിന്റെ കാര്യം നിങ്ങൾ കണ്ടല്ലോ. കണ്ടു. അതല്ല തോടിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട പയ്യനാമൺ ചെങ്കലേത്ത് ക്വാറിയിൽ നിന്നുള്ള മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാരുടെ പരാതിയുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ സ്ഥലം കാണാൻ കഴിയും. ക്വാറിയുടെ കോമ്പൗണ്ടിനുള്ളിലെ ആ ഒരു കോൺക്രീറ്റ് കെട്ടാണിത്. ഇതിനുള്ളിൽ കൂടിയാണ് വെള്ളം ഒഴുകി താഴെ കാണുന്ന തോട്ടിലേക്ക് എത്തുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്, ക്വാറിയിൽ നിന്നും ഒഴുക്കിവിടുന്നത് മലിനജലം ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതായി കാണുന്നതാണ് ക്വാറിയിൽ നിന്ന് ഉള്ള വെള്ളം. ഇപ്പോൾ ഈ അപകടത്തെ തുടർന്ന് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നതിനാൽ വെള്ളത്തിന്റെ ഒരു ഒഴുക്കില്ല. ഈ പൈപ്പിൽ കൂടി ക്വാറിയിൽ നിന്നുള്ള മലിനജലം ഒഴുകി തോട്ടിലേക്കാണ് പതിക്കുന്നത്. ഈ തോട് നേരെ ജനവാസ മേഖലകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് കൃത്യമായും ഇവിടെ 2024 തന്നെ വന്ന് പരിശോധന നടത്തി അവർ ചില കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒന്ന്, ഈ ഇവിടെയുള്ള ടാങ്ക് അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന നിലയിലാണ്. അത് കൂടുതൽ മലിനജലം ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായും മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരുന്നു. അത് അന്ന് പരിശോധന നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ അത് കൃത്യമായും ഇതിന്റെ പോരായ്മകൾ പരിഹരിക്കണം എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അന്ന് അറിയിച്ചിരുന്നത്. അന്ന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കും ക്വാറി പിന്നീട് പോയില്ല. ഏതായാലും ഇക്കാര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു പരാതി നാട്ടുകാർക്ക് ഉള്ളത്. തോടിന്റെ കാര്യം നിങ്ങൾ കണ്ടല്ലോ. കണ്ടു. അതല്ല തോടിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അതായത് ഈ തോട് ഡൈവേർട്ട് ചെയ്തിരിക്കും. ഈ റോഡ് നേരെ പോയ റോഡാണിത്. അവന്റെ സൗകര്യാർത്ഥം ഇതിങ്ങനെ നേരെയായിരുന്നത്. സൗകര്യാർത്ഥം അവൻ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണിത്. ഞങ്ങളുടെ തോട്ടിലോട്ട് ഞങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഇവൻ കാല് കഴുകാൻ പോലും ഈ തോട്ടിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ കോറി ഉടമ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടതല്ലേ. ഇനിയിപ്പം അന്ന് മുൻപൊരു പ്രാവശ്യം സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ വന്ന് ഗേറ്റ് തുറന്നു തന്ന് ഞങ്ങളിതിനതിന് അകത്ത് കയറിയപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോറി ഉടമയുടെ ആൾക്കാർ പറഞ്ഞത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഞങ്ങൾക്ക് തന്ന പെർമിഷൻ അനുസരിച്ചിട്ടാണ് ഈ പൈപ്പ് ഇവിടെ വെച്ചേക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരം തരണം. കിണറൊക്കെ മലിനമാകുന്ന ഒരവസ്ഥയുണ്ട് താഴെ. ഉണ്ട്. ഞങ്ങളുടെ കിണറിന് ഞങ്ങൾ കൊടുത്ത, അതായത് വ്യക്തിപരമായിട്ട് കൊടുത്ത പല കിണറുകളിലെയും ജലം കോളിഫോം, നൈട്രേറ്റ്, കോറി വേസ്റ്റ് ഇതിൻ്റെ അംശങ്ങളുണ്ട്. അതായത് വെള്ളം കുടിക്കരുതെന്ന് തീർത്ത് ഗവൺമെൻറ് ലാബിലെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളിനി എങ്ങനെയാണ് കുടിക്കുന്നത്? ഞങ്ങൾ എവിടുന്നേലും കന്നാസി പോയി വെള്ളം കൊണ്ടെന്നാണ് ഞങ്ങൾ കുടിക്കുന്നത്. യാതൊരു കാരണവശാലും ഇനി ഞങ്ങൾ ചത്താലും ശരി തന്നെ അവൻ്റെ ആ ഗേറ്റ് തുറന്ന് ഒരു ലോഡ് മെറ്റൽ ഞങ്ങൾ വെളിവിടത്തില്ല. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ ചെങ്കലത്ത് ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്. അത് ഇപ്പോഴത്തെ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോപ്പ് മെമ്മോ തുടരും എന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് കർശന നിർദ്ദേശം നൽകിയിട്ടും ക്വാറിയിൽ നിന്നുള്ള മലിനജലം അത് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഇനി അത്തരത്തിലുള്ള നടപടി ഉണ്ടാകരുതെന്നും പ്രദേശവാസികൾ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.